മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റേ ഉള്ളൂ. ടെൻറ്റിൻ്റെ ഉള്ള കേട്ടോ. ടെൻ്റ് അടിക്കാനൊരു സ്ഥലം കിട്ടിയോണ്ട് ഇന്നലെ മര്യാദക്ക് നീണ്ടു നവർന്ന് കിടന്നു. വണ്ടിയിൽ കിടക്കുമ്പോൾ എൻ്റെ കാല് ഒന്ന് കുറച്ച് സീനാണ്. കുറച്ച് സീനെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഞങ്ങൾക്ക് കൊള്ളൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 സീറ്റിൻ്റെ നടുക്കേ കൂടി കാലൊക്കെ ഇട്ടിട്ടാണ് കിടക്കാറ്. പിന്നെ ടെൻ്റ് അടിക്കുമ്പോൾ മര്യാദക്ക് കിടന്നുറങ്ങാൻ പറ്റും. അതുകൊണ്ട് ടെൻ്റ് അടിക്കാൻ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ കിടന്നുറങ്ങിയതാ കേട്ടോ. ഇന്നലെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു വാട്ടർ സർവീസ് സ്റ്റേഷനിലാണ് ഇന്നലെ കടന്നത്. അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു കേട്ടോ. ഇവിടെ ഒരു വാട്ടർ സർവീസ് എല്ലാം ചെയ്യുന്നൊരു ഷോപ്പാണ്. അപ്പോൾ ആളിവിടെ കടന്നു പറഞ്ഞിട്ട് ഇവിടെ കിടക്കും കേട്ടോ. പിന്നെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ജിംനി ഉണ്ട്. ഇവിടെ അത്യാവശ്യം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ ഒരു ക്രട്ടയുണ്ട്, അതുപോലെ ബോലറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഷെഡുണ്ട്. ഷെഡിൻ്റെ അടിയിലാണ് കേട്ടോ ഷീറ്റ് ഇട്ടതാണ്. നമ്മളിവിടെ ടെൻ്റ് അടിച്ചിട്ട് കിടക്കാനുള്ള പരിപാടിയാണ്. ഇവിടെയാണ് ഇന്നലെ കിടന്ന് ഉറങ്ങിയത്. ഇവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു സർവീസ് സെൻ്റർ കേട്ടോ. ഇവിടെ കുറച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കേട്ടോ ടെൻ്റ് അടിച്ചത്. അതെല്ലാം മടക്കി വെച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കിയുണ്ട്. അത്യാവശ്യം ചെറിയ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കൽ അണ്ണനാണ്. അണ്ണനിടുന്ന് ഉപ്പുമാവ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുറേ കൂട്ടുണ്ട് കേട്ടോ. കോഴിയുണ്ട് ഇവിടെ, അതുപോലെ 2 പട്ടിക്കുട്ടികളുണ്ട്. വണ്ടിക്ക് കാറ്റെല്ലാം ഒപ്പിക്കണം എന്ന് വെച്ചാൽ കുറേ ദിവസമായി കാറ്റ് കുറഞ്ഞോട്ടോ. അപ്പോൾ കാറ്റെല്ലാം അടിക്കണം. അല്ലാതെ ചില്ല പമ്പ് കാര്യങ്ങളൊക്കെ നമ്മളായി തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിഷയമൊന്നുമില്ല. രാവിലെ ഉപ്പുമാവ് കേട്ടോ. ചായ ഒന്നും വെച്ചില്ല. ബാക്കി നോക്കിയിട്ട് സെറ്റാക്കാം. അച്ചാറുണ്ട്, അച്ചാറും കൂട്ടി അടിക്കാന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ മെല്ലെ ഇറങ്ങി കേട്ടോ. നമ്മളിപ്പം നമ്മുടെ നാത്തൂല പോകുന്ന റൂട്ടിലാണ് ഉള്ളത്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് നമുക്ക് നാളെ കയറി പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. ഇതിനടുത്തായിട്ട് ഹനുമാൻ ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ആർമി നടത്തുന്ന ഒരു ടെമ്പിളാണ്. ഇവിടുന്ന് ജസ്റ്റ് ലെഫ്റ്റ് എടുത്ത് കുറച്ച് പോയാൽ മതി കേട്ടോ. അപ്പം എന്തായാലും വന്നതല്ലേ, അപ്പം അങ്ങോട്ടൊന്ന് പോകാമെന്ന് വെച്ചിട്ടോ. അതാ ആർമി വെഹിക്കിൾ. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ഉള്ളത് ഹനുമാൻ ടോക്കിലാണ്. ഇവിടുന്ന് നമുക്ക് പോകേണ്ട റൂട്ട് നമുക്ക് നാളെ ഇങ്ങോട്ടാണ് പോകേണ്ട കേട്ടോ. നാത്തുല പിന്നെ ബാബ ഹർഭജൻ സിംഗിൻ്റെ ടെമ്പിൾ ഉണ്ട്, അവിടേക്കൊക്കെയാണ് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബോർഡായത് കേട്ടോ. ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ ആവശ്യം വരും. ഇതൊരു അടിപൊളി ലൊക്കേഷൻ കേട്ടോ. ആരും ഉണ്ടാവില്ല കേട്ടോ. വളരെ സൈലൻ്റ് ആയിട്ട് നമുക്ക് പോയിട്ട് വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ കേട്ടോ. ഇവിടെ ഒരു ശിവലിംഗ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഹനുമാനും എല്ലാവരും ഉണ്ട് കേട്ടോ. അടിപൊളി ഒരു ടെമ്പിൾ, നൈസായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ് യെസ് യെസ്. മാ ദുർഗാദേവി.
ഇവിടെ ബാബ ഹർഭജൻ സിംഗിൻ്റെ ഒരു ഫോട്ടോയും കൂടെ കാണാൻ കേട്ടോ ഈ ടെമ്പിളിൽ. തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ആർമിക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആളെ പരിചയപ്പെട്ട് ആളുമായിട്ട് കുറേ സംസാരിച്ചു കേട്ടോ. എന്നോട് കുറേ ആൾ ചോദിച്ച കാര്യമാണ് ഇതേപോലെ മൊണാസ്ട്രീസ്, ടെമ്പിൾസ് ഇങ്ങനത്തെ സാധനം മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ പോയി കാണാറുണ്ട്. ഞാനൊരു ദൈവവിശ്വാസിയല്ല, പക്ഷേ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പോയി കാണും കേട്ടോ. എനിക്കെന്തോ ഓരോ നാട്ടിലോരോ കൾച്ചറാണല്ലോ, നമ്മളൊക്കെ അതൊക്കെ ഒന്ന് അവരുടെ വിശ്വാസങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുന്നത് നല്ലതാണെന്ന് തോന്നി, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളാദ്യം ആ മുണ്ടെല്ലാം എടുത്ത് പക്ക കേരള ഡ്രസ്സിലാട്ടോ, കേരള സ്റ്റൈലിൽ തന്നെയാണ് ഉള്ളത്. സത്യം, വണ്ടിയും നമ്മളെ വേഷം കാണുമ്പോൾ തന്നെ എല്ലാവരും വന്ന് ചോദിക്കും ഇത്രയും ദൂരത്തുനിന്ന് വന്നതാണോ. അപ്പോൾ ഇതാ നമ്മളിവിടുന്ന് ബൈ പറയാം കേട്ടോ. നമ്മളിവിടുന്ന് ഒരു തമിഴ്നാട്ടിലുള്ളൊരു ആർമിക്കാരനുണ്ടായിരുന്നു, സുരേഷ് ഭായ്. ആളെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ കുറേ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുവാണ്. ഇവിടുന്ന് വിട്ടിട്ട് നാളെ പോകാനുള്ള പാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം, നാട്ടിലൊക്കെ കയറാനുള്ളത്. അപ്പോൾ അതിൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ പരിപാടിയൊക്കെ നോക്കട്ടെ, അതിൻ്റെ ഇടയ്ക്ക് പണിയൊക്കെ തീർക്കാനുണ്ട്. ഓക്കെ, അങ്ങനെ ഇതാ അവിടെ നിന്ന് തിരിച്ചേട്ടോ. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ നേരെ 0 പോയിൻ്റാണ് പോകേണ്ടത്. നമുക്ക് ഗാങ്ടോക്കിലെ 0 പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് നാളെ പോകാനുള്ള പാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സ്ഥലം കേട്ടോ. അവിടെ ഒരു ഓഫീസുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ. എന്നിട്ട് നാളെ രാവിലെ കയറി പോകാനുള്ള രീതിയിൽ പാസ് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് പെർമിഷൻ വേണം, ഓരോ റൂട്ടിനും ഓരോ പെർമിഷൻ കേട്ടോ. നാട്ടിൽ പോകാനും വേണം, അതുപോലെ നമുക്ക് സുലൂക്ക് സൈഡ് വഴി ഇറങ്ങിപ്പോകാനാണ് പ്ലാന്. അപ്പോൾ അതിന് വേറൊരു പാസും കൂടെ വേണം. അപ്പോൾ 2 പാസ് നമുക്ക് ഉണ്ടാക്കാനുണ്ട്. നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഗാങ്ടോക്ക് ടൗണിലേക്ക് കൂടെ കേട്ടോ. സിക്കിമിൽ കൂടുതലും വില്ലേജസ് ആട്ടോ. ഇതുവരെ ഞാൻ കണ്ടതെല്ലാം വില്ലേജസ് ആണ്. അപ്പോൾ ഇവിടെ ഗാങ്ടോക്കിൽ എത്തിയ പിന്നെയാണ് കുറച്ച് വലിയ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത്. ഇത്രയും തിരക്കുള്ള സ്ഥലമൊന്നും വേറെ എവിടെ ഇല്ല. എല്ലാം ചെറിയ ചെറിയ മലകളും വില്ലേജസും ആണ് കേട്ടോ. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ നമ്മൾ വെസ്റ്റ് സൗത്തൊക്കെ പോവുകയാണെങ്കിൽ ഫുള്ള് വില്ലേജസ് ആണ്. നമ്മൾ ഔട്ട്സൈഡ് വെഹിക്കിൾസിന് നമുക്ക് നേരിട്ട് പാസ് എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർ ത്രൂ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു കോൺടാക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആളുടെ കോൺടാക്റ്റ് വഴി ഞാൻ ഓൾറെഡി പാസിന് റിക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മറ്റേ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അത് കൊടുക്കാനാണ് ഞാൻ പോകുന്നത്. അത് കൊടുത്തിട്ട് ഇന്ന് രാത്രി നമ്മളിവിടെ സ്റ്റേ ചെയ്യും. അതിനുശേഷം നാളെ രാവിലെ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. അത്യാവശ്യം നല്ല ട്രാഫിക്കുള്ളൊരു ടൗൺ ആട്ടോ ഗാങ്ടോക്ക് എന്ന് പറയുന്നത്. നമുക്ക് പാർക്കിംഗ് പ്ലേസ് എന്ന് പറഞ്ഞ സാധനം വളരെ കുറവാണ്. എവിടെ കൊണ്ടുവച്ചാലും നോ പാർക്കിംഗ് ആയിരിക്കും കേട്ടോ. അതുപോലെ ട്രാഫിക്കും കൂടി ആകുമ്പോഴത്തേന് ബട്ട് വരും. അപ്പോൾ നമ്മളെന്തായാലും ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ട് ടൗണിൽ നിന്ന് എക്സിറ്റ് അടിക്കും കേട്ടോ. എനിക്ക് ടൗണിൽ നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എവിടെയോ എത്തി കേട്ടോ. റൈറ്റ് സൈഡിലൊരു ഗുരുദ്വാരയാണെന്ന് തോന്നുന്നു, ഒരു സംഭവം കാണുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ ഇതാ നമ്മൾ 0 പോയിൻ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമുക്ക് പാസ് ഉണ്ടാക്കാനുള്ള ഒരു ഓഫീസ് ഉള്ളത്, ലെഫ്റ്റ് സൈഡിലായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ 8:30 ആകുമ്പോൾ നമുക്ക് പാസ് കിട്ടും കേട്ടോ. അപ്പോൾ പാസ് ഇവിടെ വന്ന് കളക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ നാതുല പിടിക്കാൻ പറ്റും. അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ നാതുലയിലെ കാഴ്ചകളായിരിക്കും കേട്ടോ. നാതുല പോകുന്ന റൂട്ട് കാര്യങ്ങൾ, അതുപോലെ ലേക്ക്, പിന്നെ ബാബ മന്ദിർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നാതുലയിലേക്കുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.